നമ്മളെല്ലാം സൂപ്പർ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ ഫ്രഷ് വെജിറ്റബിൾസ് ആണ് എല്ലാവരും നോക്കാറ്. ഫ്രഷ് വെജിറ്റബിൾസിന് നമ്മൾ വില കൂടുതലാണെങ്കിലും നമ്മൾ അതാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ഫ്രോസൺ വെജിറ്റബിൾസിന് പൈസയും കുറവാണ്, അതുപോലെ തന്നെ അത് ഷോപ്പിലെല്ലാം നമുക്ക് സുലഭമായിട്ട് കിട്ടുന്ന സാധനമാണ്. പക്ഷേ ഫ്രോസൺ വെജിറ്റബിൾസിന് തീരെ നമ്മൾ വില കൊടുക്കാറില്ല. പക്ഷേ എപ്പോഴും ഫ്രോസൺ വെജിറ്റബിൾസ് തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫാമിൽ നിന്നൊക്കെ ഫ്രഷ് ആയിട്ട് ഫ്രോസൺ വെജിറ്റബിൾസ് പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ അവേഴ്സിനുള്ളിൽ അത് ഫ്രീസ് ചെയ്യാറുണ്ട്. അങ്ങനെ ഫ്രീസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ന്യൂട്രിയൻസിൻ്റെ സ്ലോ ആയിട്ട് ന്യൂട്രിയൻസ് ലൂസ് ആകുള്ളൂ. പക്ഷേ നമുക്കറിയാം ഫ്രഷ് വെജിറ്റബിൾസ് ഷോപ്പുകളിൽ അവേഴ്സ് അല്ലെങ്കിൽ ദിവസങ്ങൾ ഇരിക്കുന്ന ഒരു സാധനമാണ്. അതുപോലെ തന്നെ ഇതിന് വിലയും കൂടുതലാണ് ഫ്രഷ് വെജിറ്റബിൾസിന്. പക്ഷേ ഫ്രോസൺ വെജിറ്റബിൾസിന് കൂടുതൽ ന്യൂട്രിയൻസും വിറ്റമിൻ സിയും വിറ്റമിൻ ബിയും അതുപോലെ തന്നെ നമുക്ക് കൂടുതലായിട്ടും ആൻറ്റി ഓക്സിഡൻസും ഉണ്ടെന്നാണ് സ്റ്റഡീസ് പറയുന്നത്. അതുപോലെ തന്നെ വിലക്കുറവുമാണ്. പക്ഷേ അതുപോലെ തന്നെ ഈ ഫ്രോസൺ പ്രോൺസിൻ്റെ അകത്ത് കരോട്ടിനൈഡ്സ് ഏറ്റവും കൂടുതലുണ്ടെന്നാണ് സ്റ്റഡീസ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ കരോട്ടിനൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺവേർട്ട് ചെയ്ത് വിറ്റമിൻ എയും അതുപോലെ വിറ്റമിൻ സിയും ഒക്കെ വരുന്നൊരു സംഭവമാണ് കരോട്ടിനൈഡ്സ്. അതും കൂടുതലുണ്ടെന്നാണ് സ്റ്റഡി ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും ഫ്രോസൺ വെജിറ്റബിൾസ് ആണ് മുന്നിൽ നിൽക്കുന്നത്. താങ്ക് യു.